നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഗുരുതരമായ പീഡന ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ബലാത്സംഗ കുറ്റം, അതോടൊപ്പം തന്നെ പ്രകൃതി വിരുദ്ധ പീഡനം, അങ്ങനെ നിരവധി ആരോപണങ്ങളാണ് രഞ്ജിത്തിനെതിരെ ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു പരാതിക്കാരൻ രംഗത്ത് വന്നിരുന്നു. അയാൾ പറഞ്ഞതനുസരിച്ച് രഞ്ജിത്ത് തൻ്റെ നഗ്നചിത്രം എടുത്ത് നടി രേവതിക്ക് അയച്ചു നൽകി എന്നുള്ളതാണ്. എന്നാൽ അതിലുള്ള വ്യക്തത ഇതുവരെയും നടി വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അതിലൊരു പ്രതികരണം, ആരോപണങ്ങളിൽ കൃത്യമായ പ്രതികരണം നൽകുകയാണ് നടിയും സംവിധായകയുമായ രേവതി. ലൈംഗിക ആരോപണ പരാതി ഉന്നയിച്ച യുവാവിൻ്റെ നഗ്നചിത്രങ്ങൾ രഞ്ജിത്ത് തനിക്ക് അയച്ചു എന്ന ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് രേവതി. തന്നെയും രഞ്ജിത്തിനെയും കുറിച്ച് വാർത്തകൾ പ്രചരിക്കുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ട്. തങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, നേരത്തെ അഭിമുഖത്തിലൂടെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ചിത്രങ്ങൾ തനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് രേവതി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയോടാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. രഞ്ജിത്തിനെയും തന്നെയും കുറിച്ച് മാധ്യമങ്ങളിൽ പല വാർത്തകളും പ്രചരിക്കുന്നു. തനിക്കതറിയാം. ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ഫോട്ടോകളൊന്നും തന്നെ തനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതേക്കുറിച്ച് പ്രതികരിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് രേവതി പറയുന്നത്. സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ ഒരു യുവാവിനെ രഞ്ജിത്ത് അതിക്രൂരമായി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്നുള്ള ആരോപണമാണ് നിലനിൽക്കുന്നത്. ഇതേക്കുറിച്ചുള്ള അന്വേഷണമാണ്, ഇതേക്കുറിച്ചുള്ള പരാതി കേട്ടതിന് ശേഷം കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് പോലീസ്. തന്റെ നഗ്നചിത്രങ്ങൾ രഞ്ജിത്ത് എടുത്തത് മാത്രമല്ല, നടി രേവതിക്ക് അയച്ചു കൊടുത്തുവെന്നും യുവാവ് ആരോപിക്കുന്നു. മുറിയിൽ വെച്ച് ഈ ചിത്രങ്ങൾ എടുത്ത് ശേഷം ആർക്കോ ഫോട്ടോ അയച്ചു. ആർക്കാണെന്ന് രഞ്ജിത്തിനോട് ചോദിച്ചപ്പോൾ രേവതിക്കാണെന്നും നിന്നെ കണ്ട് ഇഷ്ടമായി എന്ന് തന്നോട് പറഞ്ഞെന്നും രഞ്ജിത്ത് മറുപടി നൽകിയെന്നും യുവാവ് ആരോപിക്കുന്നു. ബംഗളൂരുവിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. രാത്രിയിൽ ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നും യുവാവ് ആരോപിക്കുന്നുണ്ട്. ബാബുട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രം പാക്കപ്പ് ആയതിനു ശേഷം നടന്ന ഓഡിയോ ലോഞ്ചിനിടയിലാണ് ഈ സംഭവം ഉണ്ടായതെന്നും തനിക്ക് അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം തന്നോട് ചെയ്തതെന്നും ഇയാൾ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.